അതിനിടയ്ക്ക് ഇവിടെ മഴയും പെയ്തോ? വിക്ടർ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ യു ആർ ബിക്കമിങ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി. ഓക്കെ 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 സർ. ആ സാർ, ഡയറക്ടർ വിൽ ഷോ യു. ആ ന്യൂ ഇംഗ്ലീഷ് ടിജിടി. ഓ പ്ലീസ് വരൂ. പ്രിൻസിപ്പൽ സാർ എന്നാ പറഞ്ഞേ? ആ എന്നൊക്കെയോ പറഞ്ഞു. യു ആർ ബിക്കമിങ് പാർട്ട് ഓഫ് ഹിസ്റ്ററി അല്ലേ? അത് തന്നെ. ആ പിന്നെ ചേട്ടാ, നമുക്ക് ഈ താമസിക്കാൻ സ്റ്റാഫ് എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. ആണോ? പിന്നെ വൈകിട്ട് ഞാൻ താക്കോൽ എടുത്തിട്ട് റൂം കൊണ്ട് കാണിക്കാം. ഓക്കെ, ഞാനല്ലേ കൂടെ ഉള്ളത്. ആ പിന്നെ പിള്ളേരെ വെയിലത്ത് നിർത്തി ചുട്ടെടുക്കുന്ന സ്ഥലമാണ് അത്. അസംബ്ലി ഗ്രൗണ്ട്. അതാണ് അപ്പുറമാണ് സ്റ്റാഫ് റൂം. അവിടെയാണോ? കാരണം സാറേ ഇത് എന്നാ എടുക്കുവാ? താക്കോല് കാണാതിരുന്നു. ഇത് എത്രാമത്തെ പ്രാവശ്യം സാറേ? എന്ത് ചെയ്യാം? ഇത് പുതിയ ഇംഗ്ലീഷ് സാറാ. വിക്ടർ. ഐ എം കർണൻ, SUPW. അതിവിടെ ആർക്കും അറിയില്ല സാറേ. SUPW എന്ന് പറഞ്ഞ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്. ആർട്ട് മുതൽ ആശാരിപ്പണി വരെ ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. കേട്ടോളൂ. ഇതിനൊരു ഉറപ്പില്ലോട് പോയല്ലോ. എന്നാ ഞങ്ങളോട് പോട്ടെ സാറേ. ഗുഡ് ടു മീറ്റ് യു സർ. ഞാൻ സാറിന് വിശദമായിട്ട് പരിചയപ്പെടാൻ വരുന്നുണ്ട്. ശരി സർ. എടോ, ഇത് ശരിയാക്കാൻ വല്ല ആശാരിമാരെല്ലാം കിട്ടുമോ? പിന്നെ സാറിന് ആശാരിപ്പണി പെടത്തില്ലേ ഇത്? സാറേ ഒളിച്ചെടുക്കാനറിയാം. ഹലോ, ഇവിടെ ആരുമില്ലേ? ജസ്റ്റ് സെക്കൻഡ്, ദാ വരുന്നു. സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ മാഡത്തിന് അസംബ്ലിയിലൊന്നും കണ്ടില്ലല്ലോ. ഓ, ഞാൻ പോവാറില്ല. ഈ ജെയിൻ ഏറെ എവിടെയായിരിക്കുന്നത്? ഞാൻ എടുത്തരാം. Excuse me, ma'am. There is Oran Pamuk's My Name is Red. Second shelf from left, fourth row from top, and seventh book from left. Okay, thank you, ma'am. Ma'am, the God of Small Things. Same shelf, third row from top, first book from left. Thank you, ma'am. Ba. Da. മാമിനപ്പോൾ ഇവിടെ ഉള്ള എല്ലാ ബുക്കും എവിടെ ഇരിക്കുന്നറിയോ? ഏറെക്കുറെ. വേറെന്താ ഇവിടെ പണി? അത് കൊള്ളാലോ. ഞാൻ കാർഡ് ഇഷ്യൂ ചെയ്യാം. ഫുൾ നെയിം എങ്ങനെയാ? വിക്ടർ പോൾ. Victor, you're here? എന്താ മിസ്സേ? Come to the staff room. It's my birthday today. ആണോ? ഹാപ്പി ബർത്ത്ഡേ. Oh, thank you, thank you. Oh, സുന്ദരി മിസ്സേ എടുക്കൂന്നേ? നോ താങ്ക്സ്. ഓ, സുന്ദരി മിസ്സിനെ പരിചയപ്പെട്ടായിരുന്നു? ജസ്റ്റ് പരിചയപ്പെട്ടു. ആള് ഭയങ്കര കോമഡിയാ. ആണോ? ലുക്ക് മിസ്, ഒരു വെള്ളമുടി. അയ്യോ, ഇത് രണ്ടൂന്നെണ്ണുണ്ടല്ലോ. ഇനിയിപ്പോ ഡൈയൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ അവിടെ വെച്ചിരിക്കുന്ന. എന്തിനാ? കണ്ണാട്ടാണ്ടിരിക്കാൻ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്ന് പോ മിസ്സേ. വിക്ടർ, കം ടു ദ സ്റ്റാഫ് റൂം. എല്ലാവരും വെയിറ്റ് ചെയ്യുക കേക്ക് കട്ട് ചെയ്യാൻ. സുന്ദരി മിസ്സേ, വാ. കം നാ. ഞാൻ വന്നേക്കാം. വരില്ലേ? ഓർഡർ കാംന. എന്റെ പൊട്ടി പോവും. എങ്കിലും Good morning, sir. Morning. Hello? Ma'am? ആരാ അത്? എന്തു പറ്റിയതാ? തനിക്ക് വന്നേ. താൻ കരയാതെ കാര്യം പറ. താൻ ആരോടെങ്കിലും പറഞ്ഞോ? ജാസ്മിൻ, കരയാതെ. വിൽ ഫിഗർ ഔട്ട് സംതിങ്. ആരാ ആള്?
സാറ് കുഴപ്പമില്ല. ഹൂസ് റെസ്പോൺസിബിൾ അത് പറ. എൻ്റെ ബോയ്ഫ്രണ്ടാ മാം. ഇവിടെ ഉള്ളതാണോ? അല്ല, കോളേജിലോ. ഏത് കോളേജാ? ഏത് കോളേജ്? SG. അവനോട് പറഞ്ഞോ? പറഞ്ഞു. അപ്പൊ അവൻ കൊറേ ഷൗട്ട് ചെയ്തു. പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കാനുള്ള. I don't know what to do, ma'am. താനിവിടെ ഇരിക്കെ. വിക്ടർ, ഒരു മിനിറ്റ്. അതെ, ഇങ്ങനൊരു വിഷയം വിക്ടർ അറിഞ്ഞിട്ടില്ല. എന്താ ഉദ്ദേശിച്ചത്? നന്നായിട്ട് പഠിക്കുന്നൊരു കൊച്ചാ അത്. ഇത് അവളുടെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യരുത്. സോ പുറത്താരും അറിയാൻ പാടില്ല. പാടോ. അതെ, ഒരു പ്രശ്നമുണ്ട്. എന്താ? ആദ്യം ഇത് കൺഫേം ചെയ്യണം. പിന്നെ ഈ ഓവർ ദ കൗണ്ടർ ടെസ്റ്റേഴ്സ് ഒന്നും അത്ര ക്രെഡിബിൾ അല്ല. ആൻഡ് ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ വീട്ടിൽ അറിയിക്കണം. അല്ലാതെ there is no other option. അറിയിച്ചപ്പോ എന്താ സംഭവിക്കാം? അവരിതൊരു വലിയ ഇഷ്യൂ ആക്കും. പിന്നെ ഒരുപാട് വിഷമിക്കും. എന്നിട്ട് അവരും ഇതിനല്ലേ ചെയ്യാൻ പോകുന്നേ. അത് നമുക്കങ്ങ് ചെയ്താ പോരെ? ഐ ബി ഹർ ഗാർഡിയൻ. സുമ, നീ എന്തായി പറയുന്നേ? ഈ കുട്ടി എവിടെ നിൽക്കും? ആര് നോക്കും? എന്റെ വീട്ടിൽ നിൽക്കാലോ. ഇതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. Are you sure you want to do this? ഞാൻ വിളിക്കാം. ഇത് നെഗറ്റീവ് ആണോ? രക്ഷപ്പെട്ടു. പേടിക്കണ്ട. പക്ഷേ ഇനിയെങ്കിലും പ്രായത്തിനൊത്ത പരിപാടികൾ ചെയ്യുക. ഇതിനൊക്കെ ഒരുപാട് സമയമുണ്ട് മോളെ. പോവാം. സുമ, ഒരു മിനിറ്റ് വന്ന്. എടാ ഇപ്പൊ വരാം. ഒരൊറ്റ തേമ്പ് വെച്ചാന്നുണ്ടല്ലോ, ലോകത്തുള്ള എല്ലാ വള്ളിയും പിടിച്ച് വന്നോണം ഇങ്ങോട്ട്. പിന്നെ തന്റെ അടുത്തല്ലാണ്ട് വേറെ ആരടുത്ത് വരാനോടോ ഞാൻ? ചെല്ല് ചെല്ല്. ആ കൊച്ചിന് നല്ല 4 പെടയാ കൊടുക്കേണ്ടത്. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. നന്ദിയുണ്ട് സാർ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ചക്കച്ചാ പറമ്പിൽ ചോ. താമ്പോയ ഉണ്ണിക്കുട്ടനെ ഇങ്ങ് വിളിച്ചോണ്ട് വാ. ഞാനിവിടെ പോണോ? അവര് സംസാരിക്കട്ടെ. ആവശ്യമുണ്ടേ പോവാ.
മര്യാദയ്ക്ക് പെരുമാറണം. പോക്സോ കേസിനകത്ത് പോണം പണിയും കാണിച്ചു വെച്ചിട്ട് കൈ നീട്ടി അടിക്കുന്ന ഒന്നുമില്ലെങ്കിലും കുറച്ചു നാൾ അവള് തന്നെ പ്രേമിച്ചല്ലേടാ. ഇയാളുടെ ഫോട്ടോസ് വല്ലതും ഉണ്ട് ഇതിനകത്ത്? ഇതിന് എന്റെ ഇരിക്കട്ടെ. എണീക്കടാ. ജാസ്മിനെ ആ കിട്ടിയത് അങ്ങ് തിരിച്ചു കൊടുത്തേരും. ജാസ്മിനിങ് വന്നേ. താങ്ക് യു മിസ്, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഒക്കെ എടുക്കട്ടെ. തനിക്ക് ഒരു പ്രശ്നമില്ലാതെ ക്ലീൻ ആയിട്ട് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയിരിക്കാം. ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. പോയാലോ? എന്തായാലും ഇപ്പത്തെ പിള്ളേര്. ഞാനൊന്നും ഈ പ്രായത്തിൽ ഒരു പെങ്കൊച്ചിനോട് സിനിമയ്ക്ക് പോലും പോയിട്ടില്ല. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ജനറേഷൻ ഗ്യാപ്പ് ഒന്നുമില്ല. എല്ലാ കാലത്തും ഇതൊക്കെ നടക്കുന്ന നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ ഒരു കൂട്ടുകാരിക്ക് പറ്റിയതാ. എല്ലാവരും അറിഞ്ഞു. അവള് പഠിപ്പൊക്കെ നിർത്തിപ്പോയി. എവിടെയെങ്കിലുമൊക്കെ എത്തണ്ടായിരുന്നു അവള്. ഈ ഒരൊറ്റ സംഭവം കൊണ്ട് അവളുടെ ലൈഫ് പോയി. അതാ ഞാൻ ഈ വിഷയം ഇങ്ങനെ ഡീൽ ചെയ്ത്. അല്ല, അത് നന്നായി. മാം ചെയ്തതാ ശരി. ഞാനാദ്യം ഒന്ന് പേടിച്ചു പോയി. ഞാനും പിന്നെ പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. നമുക്ക് പോയാലോ? എവിടെ ഇറക്കണ്ടേ? ഞാൻ ഇവിടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ തന്നെ താമസം. ആ എന്നാ വാ. അല്ലെങ്കിലേ ഇന്നിനും ഒറ്റയ്ക്ക് പോകണ്ട. ഞാനും പുറകെ വരാം വീട് വരെ. അയ്യോ എസ്കോർട്ടൊന്നും വേണ്ട. അല്ല അതല്ല, കോളേജ് പിള്ളേരായോണ്ടേ ഒന്നും പറയാൻ വെക്കത്തില്ല. ഞാൻ പുറകെ ഫോളോ ചെയ്യാന്നേ. എന്നാ പോര്. അടിപൊളി. അമ്മച്ചിയെ അവിടെ ഉണ്ടോ? ഓ ഒന്നുമില്ല, ഞാൻ വന്നെന്ന് പറഞ്ഞ. ഭയങ്കര പ്രഡിക്ഷൻ ആണല്ലോ. എന്നാടാ വഴിയൊക്കെ തടഞ്ഞ ആളെയൊക്കെ കൂട്ടി എന്നാ പിരിവല്ലോ ഉണ്ടോ? നീ അങ്ങോട്ട് മാറിയേ ജമ്പചേട്ടാ. ദേ അവളെ എന്റെ ഫോൺ എടുത്തേ. നിനക്ക് നാണാകത്തില്ലടാ വഴിയെ പോയി പെമ്പിള്ളേരെ നിന്ന് അടിയും മേടിച്ച് തടിവാടനെയൊക്കെ കൂട്ടാ. ചേട്ടാ ഒന്നിങ്ങി വന്നൊരു കാര്യം പറയാം. ചേട്ടാ ഇവനെ എന്നെ ഒപ്പിച്ചേക്കുന്നറിയാവോ? ഇനി വന്നേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. കാര്യമുണ്ട്, പറയട്ടെ. ഞാൻ കാണിച്ചു തരടി. ജമ്പചേട്ടൻ കൊണ്ട് വരട്ടെ. ഡേ ആ പെണ്ണുമ്പിളെ കണ്ട ഭയങ്കര പ്രശ്നക്കാര്യം. നിനക്ക് ഫോൺ വേണം? ഈ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമത്തിന് അകത്തെങ്ങാനും പോയാൽ പിന്നെ ചേട്ടാ നിങ്ങൾ ജീവിതകാലം പുറത്തിറങ്ങത്തില്ല. ചേട്ടൻ ചെറുക്കൻ്റെ നിന്ന് കാശ് വല്ലതും മേടിച്ചോണ്ടെങ്കിൽ അത് കൈയോട് കൊടുത്ത് പറഞ്ഞോട്ടെ. ഇല്ല, പൈസ ഒന്നും മേടിച്ചിട്ടില്ല. എന്റെ കൂട്ടുകാരന്റെ മോനാ. കൂട്ടുകാരന്റെ മോനാണോ? എന്റെ പൊന്നു ചേട്ടാ, ആ കൂട്ടുകാരനെ അത് ഒഴിവാക്കുക. അതെനിക്ക് പറയാം. ഇങ്ങോട്ട് വാടാ നീ. ഇങ്ങോട്ട് എന്ത് കാര്യം എന്റെ മൊബൈല് എന്നാ അജുമ ഗിത്ത് ഈ തമിഴ് സിനിമകൾ കണ്ടിട്ടില്ലേ? ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്കും ഇങ്ങനെയൊക്കെ ഡീൽ ചെയ്യാൻ അറിയാം. എന്നാലും ഞാൻ കണ്ടതാണല്ലോ. താനെന്തായാലും ഇങ്ങനെ വന്നതല്ലേ. വീട്ടില് അപ്പനമ്മ, ചേച്ചി കല്യാണം കഴിഞ്ഞു പോയി. പിന്നെ അനിയത്തി ഒരാളുണ്ട്. മാഡം മാരീഡ് ആണോ? ആയിരുന്നു.
ഡിവോഴ്സായി. ഓ അത് ശരി. പിന്നെ ഈ മാഡോന്നൊന്നും വിളിക്കണമെന്നില്ല കേട്ടോ, എന്നെ സുമാന്ന് വിളിച്ചാൽ മതി. അയ്യോ, സുന്ദരി മാത്യൂസ് നല്ല പേരാ, ചെറുക്കണ്ട. ഞാൻ ആ വിളി അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല. ആ. ഈ കോളേജിലൊക്കെ ഒരുപാട് കളിയാക്കി വിളിച്ചിട്ടുണ്ടെന്നേ. എവിടാ പഠിച്ചതൊക്കെ? സ്കൂളിൽ ഞാൻ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ചേ. അത് ശരി. അവിടുത്തെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു. ഇതിന്റെ ആവശ്യമുണ്ടോ? ഇരിക്കട്ടെ. നോക്കി നിൽക്കാതെ ബാക്കി ഫിറ്റ് ചെയ്യടാ. ശരി സാർ. സാറേ സാറേ എന്തോ ഇത് ശരിക്കും പറക്കൂ? പിന്നെ അല്ലാതെ എടേ നീക്ക് തുമ്പാന്ന് കേട്ടണ്ട. എന്നെ വിളിച്ചാണ് ഞാൻ പോയില്ല. അത് കളഞ്ഞാ അവിടെ നിൽക്കണം. മരക്കിലിട്ട് ചോട്ടാ. സാറേ ഇവൻ ചുമ്മാ പറഞ്ഞതാ. സാറ് മുമ്പേ പോയ കാര്യമൊക്കെ നമ്മക്കറിയത്തില്ലേ? ആ അങ്ങനെ പറഞ്ഞു സാറേ ഇതെന്തോ സാറാ ചെയ്യുന്നേ? ഇത് എടാ ആ, നീ ചുമ്മാ ഇത് താഴെ. സംശയം ചോദിച്ചു കുളവാക്കാൻ നിൽക്കരുത്. അതിനത് കണ്ടാ പറയണ്ടേ പറക്കും? പറക്കോ ഇല്ലയോ? നീ വേണ്ട എന്നാന്ന് വെച്ചാ ചെയ്യട്ടെ. ആ ചെയ്യട്ടെ. ആ. എന്തുവാടാ? ആ. സാറി ഇത് കൊള്ളാം. ഇതെന്നാ സാർ ഇത്? റോക്കറ്റോ? ആ ഇത് ഇവന്മാരെ സയൻസ് എക്സിബിഷനുള്ള. ഇത് ശരിക്കും പറക്കുന്ന റോക്കറ്റാണോ? പറക്കുന്നോ? പറ പറക്കും. ഇതിലും വലുതാ നാളെ പറപ്പിക്കാൻ പോണത്. ഇതോ ഇരിക്കണടാ. അതായിരിക്കും സയൻസ് എക്സിബിഷന്റെ ഹൈലൈറ്റ്. പിന്നെ മറ്റേ സയൻസ് മാഗസിന്റെ കവർ പേജിലേക്ക് എന്റെ ഫോട്ടോ വരും. ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടോ? അതൊക്കെയാ നേരത്തെ വെച്ചിട്ടുണ്ട് സാറേ. കൊള്ളാം. ആഹാ, ഇതെന്നാ ഇത്? ജൈവ കൃഷി? ഇത് ഫ്യൂച്ചറിസ്റ്റിക് ബൊട്ടാണിക്കൽ ഗാർഡൻ. അത് ശരി. ഇതെന്താണ്? എന്റെ വിക്ഷേപണ കാര്യത്തിന്റെ ഫ്രണ്ടിലാണോ തന്റെ കാർഡ് മോഡലൊക്കെ കൊണ്ടുവച്ചേക്കണത്? ഇതെന്തോന്നത്? ഇത് അലിവോളയക്കണം വേണോ? സാർ ഒറ്റ ഇതിന് വളം വെച്ച് തുറക്കണത്. ഒരു വർഷം കൊണ്ടുപോയിക്കോ. വേണോ? താനിവിടെ ചാണ് വിട്ടുകൊണ്ടിരുന്നോ? ഞാൻ അവിടെ റോക്കറ്റ് വെച്ച് വയ്ക്കാൻ പോകണം. വർക്കിംഗ് മോഡലാണോ? വർക്കിംഗ് മോഡല് വല്ല അറിയാവോ? ഞാൻ എന്നാ പോയി റോക്കറ്റ് പറക്കാൻ നോക്കിട്ട് വരാം. ആ ശരി. ശരി അമ്മേ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. എന്തായി PTA മീറ്റിംഗ്? ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. കുറച്ചല്ലേ പറഞ്ഞോളൂ. പോയാലോ? മേടിച്ചോണ്ട് പോരും, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഈസ് ദിസ് യുവർ പേരന്റ്? യെസ്. നിന്റെ വീട്ടുകാരെ കാണാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. ഇതാ സാർ അച്ഛൻ അല്ലേ? ആ സൂക്ഷിച്ച്. ദീപം ദീപം മാറ് മാറ് മാറ്. ദീപം 6 പിള്ളേർ സാർ റോക്കറ്റ് കൊണ്ടുവന്നിട്ടില്ലേ? പയ്യ വെക്കണേ. ആ തട്ടല്ലേ മോനെ? അടിപൊളി. ഇതെങ്ങനെയായിരിക്കും കത്തിക്കുന്നത്? ഇതെന്താണത്? മാറങ്ങോട്ട്. റോക്കറ്റിനോട് സ്ഥലം വേണം. അങ്ങോട്ട് മാറി മാറി മാറി. ടീച്ചർ ഒന്ന് മാറണേ. തിരി എവിടെ കാണാൻ ഇതെന്താണ്? അങ്ങോട്ട് മാറി. ഇത് റോക്കറ്റാണ്, തന്നെ കാപ്പി ഫ്ലാസ്ക് അല്ല. മാറങ്ങോട്ട്. സാർ അങ്ങോട്ട് മാറും. എന്തായി? We proudly present Karna KSLV semi-automated rocket. വന്ന് സ്വിച്ച് ഓൺ ആക്ക്. സ്വിച്ച് ഓൺ ആക്കിട്ട് ഓടിക്കോട്ടാ. ആ നിനക്കല്ലായിരുന്നു സംശയം. പോയി ഓണാക്ക്. പോയടാ. പോ 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 പോ. അതെ, നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഇറങ്ങി നിന്നേ. നീങ്ങി കേട്ടോ. ഇത് ശരിയാകണോ? അങ്ങനെ അതും ചീറ്റി. സാറേ ഇതാണ് സാറിന്റെ വർക്കിംഗ് മോഡൽ. പിള്ളേരെ നമുക്ക് പോയി വെള്ളം ഒഴിക്കാൻ കടിക്കും. നീ അത് ആ സ്വിച്ച് ഞെക്ക് പരിക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞ നടപടിയാവില്ല. പുറത്തൊരു സ്വിച്ച് ഉണ്ടാക്കി. ആരെങ്കിലും പോയി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? കാപ്പി എടുത്ത് ഒഴിക്കും സാറേ. വെള്ളം എടുക്കും. എഴുന്നേക്ക് സാറേ. കാരണം സാറേ റോക്കറ്റ് റോക്കറ്റ് എവിടെ? റോക്കറ്റ് എവിടെ ലാൻഡ്? അങ്ങ് തുമ്പാലേ ലാൻഡ് ചെയ്ത്. സാർ ഉദ്ദേശിച്ചത് ബോംബായിരുന്നല്ലേ? എനിക്കിഷ്ടമായി. ആ വലുത് വിക്ഷേപിക്കാൻ ഞാൻ നന്നായിട്ട്. ഇപ്പൊ ബഹിരാകാശത്തിന് തന്നെ കർണൻ റോക്കറ്റ്. ഏത് സ്വിച്ചാണ് ഞെക്കിയത്? പറക്കണ സ്വിച്ചായിട്ട് സാറേ ഷൂസ് ഷൂസ്. തലേ വീഴാഞ്ഞ ഭാഗ്യം. തിളച്ച കാപ്പിയാണോ മുഖത്തേക്ക് ഒഴിക്കണത്? സാറേ ബട്ടൺസ്. ബട്ടൺസ് ഒന്ന് പോടാ. ആരോടാ വീഡിയോ കോളൊക്കെ? മമ്മിയാന്നേ. ഓ, എന്നാ വരുമ്പോ എനിക്കും കൂടെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയാം കേട്ടോ. അത് പിന്നെ പറയൂലേ.
എന്താണ് ആളുടെ പേര്? വിക്ടർ. എന്താ ഉദ്ദേശം? എന്ത്? ഞാൻ കണ്ടായിരുന്നു വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത്. എന്താ പരിപാടി അത് പറ. അങ്ങനൊക്കെ ചോദിച്ചാ എന്തൊക്കെയാ? എന്തോ ഇഷ്ടായി. എന്നിട്ട് വല്ലതും നടന്നാ? എന്താ നടക്കാൻ? എനിക്ക് അങ്ങേരോട് മര്യാദയ്ക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് പോലുമില്ല. നിനക്കെന്താ പ്രശ്നം? ഞാൻ സൂപ്പറാണ്, എന്നാലും ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആണോ? അതൊക്കെയാണ്. എവിടെയൊക്കെയോ ഒരു പരിചയമുള്ള പോലെ തോന്നി. പുതിയൊരാളെ കാണുന്ന പോലെ തോന്നിയില്ല. എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ ഡയലോഗ്. ഓ, കൊണയായിരുന്നോ? ചായ ഊറ്റി തന്നങ്ങ് കൊണയ്ക്കോ? താനീ ചെറുക്കന്റെ അമ്മയോട് പറഞ്ഞ് മണപ്പിച്ച ആളുടെ കഥയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പൊ മുടി നരച്ചപ്പോ കൊണം അല്ലേ? ഇന്ന് മറിക്കേ ചായ കുടിച്ചു മോടി. തന്നെ കുടിച്ചാ മതി. താനാ വഴിക്കുമല്ല അലാസ്കയ്ക്കും പൊക്കോ. ഇയാള് വെറും മധ്യവയസ്കനായെന്നേ. ചായ കുടിച്ചു മോടി. താൻ പോടും. ഇരിക്കട്ടെ ഒരു കുതിരപ്പാവൻ. ഇയാൾ ആരുവാ? ഓ, ഫ്രഞ്ച് പാട്ടൊക്കെ കേക്കൂ. ഓ, അപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ വരും. സാറിന് എങ്ങനെയുണ്ട്? അത് കുറച്ച് രോമം കത്തിപ്പോയി, അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു മെമ്മോ കിട്ടിയില്ലേ? അതൊക്കെ ചുമ്മാ ഇണ്ടാസല്ലേ. അതെ, ഞാൻ മിസ്സിനെ ഒഫീഷ്യലായിട്ട് ഒന്ന് കാണാൻ വന്ന. പറയൂ, എന്തായാലും വന്നാലേ. ഇത് പിടിച്ചേ. അതായത് ഒരു വാഗമൺ ട്രക്കിംഗ് ട്രിപ്പ് ഉണ്ട്. 12 ആമ്പിളരും 10 പെമ്പിളരും 4 ടീച്ചേഴ്സും കൂടെ പോകണം. അതിന് ഇതുവരെ ഒരു ടീച്ചർ മാത്രമേ വോളണ്ടിയർ ആയിട്ടുള്ളൂ, ഞാൻ. എനിക്കറിയാം മിസ്സിന് ഇതൊക്കെ വലിയ താല്പര്യം. എതിരെ വേണ്ട, എനിക്ക് വലിയ താല്പര്യമില്ല. അല്ല, അങ്ങനെ ഞാൻ ചോദിക്കേ വേണ്ട. അത് ശരി. അതെ, ഇത് പിടിച്ച് തന്നെ തന്നെ അടക്കി വെച്ചാൽ മതി. കാല് മാറ്റടോ. ചീറ്റ് പോയല്ലേ? വിഷവും മാറ്റാണ്ട് ചെറിയ കാപ്പി. സാറിന് വേറെ യാതൊരു പണിയില്ലേ? രാവിലെ അതില്ലേ കാപ്പി പിടിക്കുന്ന ഫ്ലാസ്ക് കൊണ്ട് കൊടുത്തിട്ട് മതി. അപ്പൊ ഓക്കെ. എനിത്തിങ് എൽസ്? Sir, I have a problem. I have not yet got any teachers for the Vagamon trekking trip. Why? ആരും വരുന്നില്ല, that's why. Only me and Victor, sir. Nobody else. 2 ladies required. Lekha? Yes, sir. Why don't you go? You don't have any portion to complete, right? Sure, sir. I'll go. Sir, I will go, sir. I don't have any portions to complete. അല്ല, I will go, sir. ഞാൻ ഫ്രീ ആണ്. മലയാളത്തിനല്ലേ ഞാൻ ചോദിച്ചത്? ഇനി ഇംഗ്ലീഷ് ചോദിക്കണമായിരുന്നു. Then meeting dismissed. Okay, sir. കുറപ്പിച്ച് ഇപ്പൊ ശരിയാക്കി തരാം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഉറങ്ങിയോ? നന്നായി. ആഹാ, ഇനീട്ടോ ക്യാമ്പ് ഫയറോ? ക്യാമ്പ് ഫയർ കഴിഞ്ഞല്ലോ. മിസ്സിന് വയ്യല്ലോ നോർത്തിട്ടാ ഞാൻ വിളിക്കാഞ്ഞ്. കാലിപ്പ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പൊ ഫുഡോ? അയ്യോ, മിസ്സിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ഡോണ്ട് വെറി, ഐ ഹാവ് കുക്കീസ്. വേണമെന്നില്ല. വേണ്ടേ? എന്നാ പിന്നെ ഞാൻ കുളിച്ചിട്ട് വരാം. ഡാൻസ് ഒക്കെ കളിച്ചിട്ടേ ആകെ വേർത്തു. കുളിച്ചിട്ട് വരാവേ.
ഷോ കാണിക്കാതെ പൊട്ടിക്കടാ. ഗുഡ് മോർണിംഗ് മിസ്. സോറി, ഗുഡ് നൈറ്റ്. സുന്ദരിക്ക് ഉറക്കൂലേ? വേണ്ടോന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ല. അവളുടെ നടത്തവും ഊർക്കം വലിയും ഇളിഞ്ഞ ചിരിയും എല്ലാ പണി കഴിച്ചിട്ടാണല്ലോ. രണ്ടരം കൊണ്ട് അടിച്ചാലേ ശരിയാവത്തുള്ളൂ. മിസ്സായിരുന്നോ? ഇതിനെ ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കുവന്നോ? കൂടുന്നോ? അതെന്നാ ചോദ്യോ? പിള്ളേരൊക്കെ ഉറങ്ങിയുണ്ടോ? അല്ല, ഈ സ്കൂളിൽ നിന്ന് വരുന്ന ട്രിപ്പിനൊക്കെ ഇങ്ങനെ കുപ്പിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിള്ളേർ വല്ലതും കണ്ട എന്നാ ചെയ്യും? പിള്ളേര് ഇത് ഞാൻ കൊണ്ടുവന്ന കുപ്പിയൊന്നല്ല, അമ്മാരോണ്ടൊന്നു തന്നെയാ. ഞാൻ പൊക്കിയതാ. ആഹാ. പിന്നെ മദ്യം വെറുതെ എറിഞ്ഞു കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് കുടിക്കുക. ക്ലാസ് വേറെ ഇല്ലേ? ഒറ്റ സെക്കൻഡ്. ഡ്രൈയാ. ഒറ്റ വലിയും കുടിക്കുന്നേ. അപ്പൊ ചിയേഴ്സ്. അനുഗ്രഹിച്ചിരിക്കുന്നു. ഓ, ട്രക്ക് ചെയ്യാൻ നല്ല പാടുപെട്ടായിരുന്നല്ലേ? ഇതൊക്കെ വെറും സിമ്പിൾ അല്ലേ? ഇരിപ്പും കിടപ്പൊക്കെ ഞാൻ കണ്ടായിരുന്നു. അത് പെട്ടെന്ന് ആ കയറ്റം വന്നപ്പോ ഞാൻ ലൈറ്റായിട്ടൊന്ന് പതറിപ്പോയായിരുന്നു. അതാ. കള്ളുടി ശീലമുണ്ടോ? പണ്ട് ഞാനും ബ്രദറും ഒക്കെ കമ്പനി ആയിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പാത്തിരുന്ന് രണ്ടറൊക്കെ അടിക്കും. അങ്ങനെ. അതിനാ ഇപ്പൊ ബ്രദറായിട്ട് കമ്പനി ഇല്ലേ? അവന്റെ കാര്യമൊന്നും പറയാതിരിക്കോ ഭേദം. ആളൊരു വണ്ടിപ്രാന്തനാ, വലിയ ബിസിനസ്മാനാന്നാ വിചാരം. പക്ഷെ വീടിനും കുടുംബത്തിനും യാതൊരു പ്രയോജനമില്ല. അറിയാൻ പാടില്ലാത്ത കുറെ കച്ചവടങ്ങൾ ചെയ്ത് അപ്പന്റെ ആപ്പീസ് പൊട്ടിച്ചു. ഞങ്ങൾക്കൊരു കാപ്പിത്തോട്ടമൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ പോയി. ബ്രദർ മാരീഡ് ആണോ? പിന്നെ അവനായ കാലത്ത് തന്നെ അവന് പറ്റിയൊരു പെണ്ണേം ചടിച്ചോണ്ടെങ്കിൽ പോന്ന കല്യാണം കാലേജ് തുടങ്ങിയോ? ഓ, ഒന്നും പറയണ്ട. വീട്ടിൽ പോകാൻ പറ്റത്തില്ലെന്നേ. അമ്മച്ചിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞൊരു സംഭവം ഉണ്ടായി കേട്ടോ. നമ്മുടെ ലേഖാംസില്ലേ, പുള്ളിക്കാരി എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞു. എന്നിട്ട് താനെന്ത് പറഞ്ഞു? ഞാനും തിരിച്ചിഷ്ടമെന്ന് പറഞ്ഞു. അല്ല എന്നാ പറയാനാ? എന്നാ എന്ത് തോന്നുന്നു? ഞങ്ങൾ സെറ്റാവും തോന്നുന്നു. നല്ല എന്നാ ഉറക്കം വന്നോ? ഒത്തിരി ലേറ്റ് ആയില്ലേ, നമുക്ക് പോയാലോ? പോയേക്കാം. ഞാൻ വിചാരിച്ചു താനീ കുപ്പി ഒറ്റയ്ക്ക് ഇരുന്ന് തീർക്കും.
ശരി മോള്. മോളെ ഞങ്ങൾ ഇറങ്ങുവാണേ. ശരി അമ്മച്ചി. എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ മോള് ആ, വിളിക്കേ. ആയിക്കോട്ടെ. സഞ്ജു എന്തേ മോളെ? മേളിലുണ്ട്, ഞാൻ വിളിക്കാം. എടാ നീ എവിടെന്നേലും റോൾ ചെയ്ത് കൊടുക്ക്. ഞാൻ നാളെ വരാം. അതെ, സുമയുടെ അടുത്ത് വീടിന്റെ കാര്യം പറയണ്ടേ? പറയാം. നിനക്കറിയാലോ അവളുടെ സ്വഭാവം. എനിക്ക് തോന്നുന്നില്ല അവള് സമ്മതിക്കുമോ. എന്ന് വെച്ച് പറയാതിരിക്കാൻ പറ്റുമോ? രണ്ടുപേരുടെയും പേരിലുള്ളല്ലേ ഈ വീട്? അവളിത് ഒറ്റയ്ക്ക് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കേണ്ട കാര്യം എന്നാ? ഇതൊന്ന് വിറ്റ് കിട്ടിയാ ഒന്ന് പിടിച്ചു നിൽക്കാനേലും പറ്റും, അതോർത്തു. നാളെ പോകുന്നതിന് മുന്നേ പറയാം. നീ ഇപ്പൊ അങ്ങോട്ട് പോയേ. ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോരെ ഇവക ചർച്ചകളൊക്കെ? നിന്നെ താഴെ എല്ലാം വെച്ച് അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ടില്ലേ? സുമാൻറ്റി, ഇതാരിത്? സുമാൻറ്റിയുടെ കുഞ്ഞാണോ? സുമാൻറ്റിയെ കാണാൻ വേഗം വരുമോ? പോവാം. ബാ. നമ്മളിവിടെ ലേറ്റ് ആവൂ. എന്തായാലും നോക്കിയിട്ട് പോവാം. ഇല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഒന്ന് വിളിച്ചിട്ട് വരാന്ന്. വിളിച്ചിട്ട് മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് വരാത് കല്യാണം ഇവിടെ ഒന്നല്ലോ. വന്ന് അന്വേഷിച്ച് പോകാന്നുള്ളത് നമ്മുടെ മര്യാദ. എന്നിട്ടിപ്പോ എന്തായി?
കിട്ടുന്നില്ലല്ലോ. അപ്പൊ എവിടെയെങ്കിലും പോയി കാണും. ഛേ, വെറുതെ സമയം കളയാൻ. സുമ ഇന്ന് ജോയിൻ ചെയ്തല്ലേ? ഞങ്ങള് മിസ്സിന്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പോ മിസ് ഉണ്ടായിരുന്നില്ല. ആർ യു ഓൾ റൈറ്റ്? നോട്ട് റിയലി. അമ്മയല്ലേ, കുറച്ച് സമയം എടുക്കും ശരിയാവാൻ. ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി. ബാ. ആന്റിമസ് വിഷമിക്കണ്ട, ഇത് നമുക്ക് പൊളിക്കാം. എന്ത്? എനിക്ക് ആന്റിമസിനെ വിക്ടർ സാറിന് ഇഷ്ടമാണ്. അച്ഛനും ആന്റിമസിനോട് വർത്താനം പറഞ്ഞതേ ഞാൻ കേട്ടിട്ടുണ്ട്. എടാ ഭയങ്കര. ഇല്ലേ പൊട്ടിക്കണോ? എങ്ങനെ? അതൊക്കെ ഉണ്ട്. വിക്ടർ സാർ ഫേസ്ബുക്കിലുണ്ട്. ലേഖാമിസോ ഉണ്ട്. അപ്പൊ സിമ്പിൾ അല്ലേ? ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കണം. എന്നിട്ട് വിക്ടർ സാർ തേച്ചൊരു പെണ്ണായിട്ട് സാറിന്റെ ഐ ഡി കയറിയിട്ട് സാർ ബ്ലഡ് വാങ്ങി നോക്കിയാന്ന് പോസ്റ്റ് ഇടണം. നല്ല തെറി. എന്നിട്ട് ഇതേ ഐ ഡിന്ന് ലേഖാമിസിന് സാറിന്റെ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കഥ പേഴ്സൺ മെസ്സേജ് ആയിട്ട് അയക്കാം. ഇത്രയൊക്കെ മതി. പൊട്ടാനുള്ള ലൈനാണെങ്കിലേ ഇത് പൊട്ടും. നീ എത്രാം ക്ലാസ്സിലാന്നാ പറഞ്ഞേ? 7C. ഈ പ്രായത്തിൽ ഇത്രയും തൊട്ടിത്തര നീ എങ്ങനെ പഠിച്ചടേ? വെറും ചീപ്പ് ഐഡിയ പോയി കേട്ടോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാവോ? നിന്റെ അച്ഛനെ ഞാൻ ഒന്ന് കാണട്ടെ. ഇതാ പറയണ ആർക്കും ഒരു ഹെൽപ്പ് ചെയ്യരുന്ന്. സാറാമ്മയുടെ ഒരു കാര്യം പാത്ത് വെച്ചേക്കുക. അവളുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഇനി നാട്ടുകാരെ കൂടെ അറിയിക്കാൻ കേട്ടോ.
ഏത് നശിച്ച നേരത്താണോ? ഇതൊക്കെ വേറെ ആരും കിട്ടിയില്ലേ? അതെ, സ്കൂളൊക്കെ വിട്ടു പോണ്ടായോ? എന്താ സാറേ? അതായത് മിസ്സിന് എന്നെ കല്യാണം കഴിക്കാൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതല്ല, അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ചോദ്യം. എന്നാ കേട്ടോ, യു ഹാവ് നോ ഐഡിയ വാട്ട് യു ജസ്റ്റ് മിസ്ഡ്. എന്റെ കല്യാണമാണ്. വധു ഡോക്ടറാണ്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? അതിനൊന്നും വേണ്ട, വരണം. Wish you a happy married life. Thank you. ലേഖ, നിനക്ക് എന്നെ മനസ്സിലാവാത്തെ? ഞാൻ പറഞ്ഞില്ല എനിക്കത് ആരെന്ന് അറിയത്തില്ല. എന്നാന്ന് വെച്ചാ ചെയ്. എന്ത് പറ്റി വിക്ടർ? ഒന്നും പറയണ്ടെന്ന്. ഏതൊരു ഗംഗ എന്റെ ഫേസ്ബുക്കിൽ ഏതാണ്ടൊക്കെ പോസ്റ്റ് ചെയ്തേക്കും. ആ ലേഖയ്ക്കാണെങ്കിൽ കുറെ മെസ്സേജ് വെച്ചേക്കുന്നു. ഞാൻ ഏതാണ്ട് ഭയങ്കര വുമണൈസർ ആണെന്ന്. എന്ത് ചെയ്യാനാ? എന്നിട്ടെന്നാ, എനിക്കിത് ആരാന്ന് പോലും അറിയത്തില്ല. സംഭവം ഏതോ ഫേക്ക് പ്രൊഫൈലാ. പക്ഷെ ഞാൻ പറഞ്ഞ അവളെ വിശ്വസിക്കണ്ടേ? ഇവക്കാണെങ്കിൽ ആവശ്യമില്ലാത്ത സംശയരോഗം, ഈ പൊസസീവ്നെസ് ഒക്കെ പണ്ടേ ഇച്ചിരി കൂടുതലാണ്. ഇപ്പൊ ഇതൂടെ ഇപ്പൊ പൂർത്തിയായി. ചുമ്മാ വട്ട്, അല്ല എന്നാ പറയുന്ന? അങ്ങനെ തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെ നോക്കണം. പിന്നല്ല, പോയി പണി വെക്കാൻ പറ അവളോട്. ആന്നേ, ഇതിപ്പോ പോയൊരു 4 എണ്ണം അടിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ഇച്ചിരി മാറിയെന്നൊന്ന് കരഞ്ഞോ? അയ്യാ, അതിനൊന്നും തന്നെ കിട്ടത്തില്ല. ആദ്യം പറഞ്ഞ വേണേ ആലോചിക്കാം. ഞാൻ പോയേക്കുവാ. എന്താണ്, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നീ മുട്ടോടാ. നിനക്ക് എന്താ വേണ്ടേ? എന്റെ ട്രീറ്റ് ഞാൻ ലിസ്റ്റ് തരാം. ബാ.
ഹലോ. ആ അതെ, നാളെ എന്നാ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. ആ വൈകിട്ട് 6 മണിക്ക് കപ്പത്തോട്ടത്തിൽ സിത്താര വരുന്നുണ്ട്. കപ്പത്തോട്ടത്തിലോ? അതൊരു കഫയാന്നേ. വേറൊരാളൂടെ പോവായിരുന്ന. ഇനിയിപ്പോ സുമ വരുന്നോ? പിന്നെന്താ, നല്ല വൈൻ ഇരിപ്പുണ്ട്, വേണോ? പിന്നെന്താ, എന്നാ വാ. അപ്പന്റെയാ, വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ പുള്ളി ഇങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കും, ഞങ്ങളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കും. ഹലോ, അടിപൊളിയാ. ഈ ആൽബം ഒക്കെ എന്താ? അത് കാണണോ? വല്ല നഗ്ന സത്യങ്ങളുണ്ടെങ്കിൽ കാണാലോ. വേണോ? നോക്കട്ടെ. ഇതെന്നാ ഇത്? ചെലു. ഇതിപ്പോഴും ഉണ്ടോ ഇവിടെ? സംഭവം ഇവിടെ ഇരിപ്പുണ്ട്, തൊടാറില്ല. ഒന്ന് കാണിക്കാവോ? നോക്കട്ടെ, ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കാവോ? തൊട്ടിട്ട് കാലങ്ങളായിന്നേ. അതൊന്നും കുഴപ്പമില്ല. ഇതെങ്ങനെയാ കാണാനാ? പ്ലീസ്. ആദ്യമായിട്ടല്ലേ കേൾക്കുന്നേ, അതുകൊണ്ടാ. അറിയാവുന്ന ആരെങ്കിലും കേട്ടാ എന്നെ ഓടിക്കും. അതെ, സംഗീതമാണ്. ഫീൽ ചെയ്തു, അത് മതി. അതെ, ഈ വിദ്യയൊക്കെ കയ്യിലുണ്ടായിട്ട് എന്താ ആരോടും പറയാത്ത? സ്കൂളിലൊക്കെ പെർഫോം ചെയ്യാൻ പാടില്ലേ? പിള്ളേര് പോവും. പിന്നെ ഒന്നുമില്ല, എന്തായാലും എവിടെയെങ്കിലും പെർഫോം ചെയ്യണം കേട്ടോ. ഞാനൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ?
എന്താ? ഹസ്ബൻഡായിട്ട് ശരിക്കും എന്തായിരുന്നു ഇഷ്യൂ? എങ്ങനെയാ ഡിവോഴ്സായ? സംഭവം പുള്ളി ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. ഓ. കല്യാണം കഴിഞ്ഞ 4ാമത്തെ മാസത്തില് ആദ്യത്തെ അടി വീണു. പിന്നെ അതൊരു സ്ഥിരം പങ്ക്തിയായി. എന്തിന്? ഐ മീൻ എന്തായിരുന്നു കാര്യം? കൊടുത്ത കാറ് പോരാന്നുള്ളായിരുന്നു ആദ്യത്തെ പ്രശ്നം. ഒന്നും വേണ്ടാന്ന് ആദ്യം പറഞ്ഞിരുന്നു. പക്ഷെ അതങ്ങനല്ല. കുറച്ച് കഴിയുമ്പോഴേ നമുക്കതൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാത്തിനും പ്രശ്നങ്ങളായി. ഒരു 1.5 കൊല്ലം ഞാൻ സഹിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ശരിയാണെന്നും വിചാരിച്ചു. പക്ഷെ സമാധാനമുള്ളൊരു ദിവസം പോലും എനിക്ക് കിട്ടിയില്ല. ആ സമയത്ത് എനിക്കൊരു സിസ്റ്റർ ഡയഗ്നോസ് ചെയ്ത് മലിഗ്നന്റ് ആയിരുന്നു. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പിന്നീട് കുട്ടികളുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാ. ഇതറിഞ്ഞോടെ ഞാനെന്താ അവരെ പറ്റിച്ചു എന്നുള്ള ലൈനായി അയാളുടെ വീട്ടുകാരും. എന്നിട്ട് ഒന്നാമത് ഇതിന്റെ ഷോക്ക്, പിന്നെ അവരുടെ പ്രഷറോട് ആയപ്പോ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം അയാൾ എന്നെ മച്ചീന്ന് വിളിച്ചു. അന്നിറങ്ങി പോന്ന. ഈ ട്രീറ്റ്മെന്റ് സമയത്തൊക്കെ ആരെ കൂടെ ഉണ്ടായിരുന്നേ? എന്റെ അമ്മ. ഈ കീമോതെറാപ്പിയും ഡിവോഴ്സിന്റെ കോടതിയായിട്ടൊക്കെ ഒരേ സമയത്തായിരുന്നു. ഒരു 7-8 മാസം ശരിക്കും അനുഭവിച്ചു. സർവൈവ് ചെയ്തു. ഞാനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ തകർന്നു പോയനെ. താനൊക്കെ അനുഭവിച്ചു വെച്ച് നോക്കിയാൽ ഞാനൊന്നും ജീവിതം കണ്ടിട്ട് തന്നെ ഇല്ലെന്ന് വേണം പറയാൻ. അടിച്ച് പറ്റുമെന്ന് ഇറങ്ങിപ്പോയി. കുറച്ചുകൂടെ ഒഴിച്ചാലോ? പറയടി. എടോ താൻ വരുന്നില്ലേടോ? ഞാൻ ഇറങ്ങി വന്നേ. നീ അമ്മച്ചോട് പറ, ഞാൻ ഒരു ഉച്ച കഴിയുമ്പോഴേക്ക് എത്തുന്നു. ശരി ശരി, വേഗം വാ. ശരി. ഇന്ന് നാട്ടിൽ പോവാണോ? ഇവിടുന്നേരം എങ്ങോട്ടാ? തിരിച്ചെപ്പോഴാ? ഈസ്റ്റർ കഴിഞ്ഞ്. ഈസ്റ്റർ എന്നാ പരിപാടി? ഒന്നുമില്ല, ഇവിടെയൊക്കെ തന്നെ. എന്നാ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, വീട്ടിലോട്ട് വാ. അവിടെ ആകുമ്പോ അലീനയും അനുസരിച്ച് പിള്ളേരും എല്ലാരും കാണും. ശരിക്കും ഞാൻ വരുവേ. അതിന് പിന്നെ പാടും. എന്ത് സ്പെഷ്യൽ? കൊച്ചമ്മ വന്നല്ലോ. എന്ത് ഇഷ്ടപ്പെട്ടില്ലേ? ഓ ഇഷ്ടപ്പെട്ടേ. നീ നോക്കി നിൽക്കാതെ കറിവേപ്പിലിങ് എടുത്തു തന്നെ. ഓ ഇതിന് മാത്രം എന്തിനാ? ഡി ഏതൊരു പെണ്ണ് വരുന്നു? ഏതാത്? അത് കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറാ. കൂടെ വർക്ക് ചെയ്യുമ്പോ പിന്നെ ടീച്ചർ അല്ലാതിരിക്കോ? എടി പെണ്ണേ, നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. ഈയിടെ നിന്റെ സംസാരം എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലേ. വേണ്ട, ആരെല്ലാം നിർബന്ധിച്ച്? വേറെ ഉണ്ടായിരുന്നു.
പേര്? സുമ. മതിയടാ. അന്നൊരു ദിവസം കഴിക്കുന്നേ. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഒഴിക്കട്ടെ. അജിത്തിന്റെ കല്യാണം എന്നാ പറഞ്ഞേ? ജൂൺ 7 ചേച്ചി. ചേച്ചി എന്റെ മാത്രമല്ല, ഇവിടെ വേറെ ആളുടെ ഓൾമോസ്റ്റ് സെറ്റാണ്. ആഹാ, ആണോ ദത്ത? ഒഫീഷ്യൽ ഒന്നും ആയിട്ടില്ലെന്നേ. രണ്ടു വീട്ടുകാരും തമ്മിലൊന്ന് സംസാരിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടു പഠിക്കടാ, കൂട്ടുകാരെല്ലാം കെട്ടുവാ. നീ ഇങ്ങനെ നടന്നു തോട്ടങ്ങി. അവൻ ഇനി അങ്ങനെ നിക്കത്തൊന്നുമില്ല അമ്മച്ചി. ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരടിയത്? നമ്മുടെ ജോയിച്ചാന്റെ കസിൻ, തൃശ്ശൂരുള്ള അവരാനങ്ങളുടെ മോള് റിൻസി. റെയിൽവേലാ ജോലി. നീ അറിയും, ആളൊരു ബാഡ്മിന്റൺ പ്ലെയറാ. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് കുറച്ച് സമാധാനം ഓ, തരാം. നിന്നോട് പറഞ്ഞിട്ട് കാര്യം. വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്? ഇത് കഴിക്കുമോ? പറഞ്ഞ പോലെ സുമയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മാരീഡ് അല്ലേ? ഡിവോഴ്സ് ആയതാ. ഓ, കൊച്ചിനിപ്പോ എത്ര വയസ്സായി? 32. ആ, ഇനി വേണേലും ആലോചിക്കാം. എന്റെ പൊന്നാൻസി, ആദ്യം എന്റെ കല്യാണം, ദൈപ്പം അടുത്ത്. ലോകത്തുള്ള എല്ലാവരുടെയും കല്യാണം നടത്താൻ പോലെ നേർച്ചയുണ്ടോ നിങ്ങൾക്ക്? ഷോ, കല്യാണം കഴിക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നാണോ? എന്തൊരു കഷ്ടമാടാ ഇത്. വേണ്ടേ വേണ്ട. നല്ലൊരു ഈസ്റ്റർ ആയിട്ട് കല്യാണക്കാരും പറഞ്ഞോണ്ട് കൊണോണ വെച്ചോണ്ടിരിക്കാതെ പോത്തിറച്ചി കൊണ്ടത് കഴിച്ചേ, എല്ലാ പ്രശ്നവും തീരും. കൊച്ചേ, ആ ഇറച്ചി എടുത്തു കഴിച്ചേ. ഇതെങ്ങനെയാ? ഇതിങ്ങനെ പൊട്ടിക്കണം. കഴിച്ചോക്ക്. ചേച്ചിക്ക് അമ്മച്ചൊക്കെ പറഞ്ഞത് ഫീൽ ആയിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പുള്ളിക്കാരി അങ്ങനാന്നേ. ഈ ചുറ്റോട്ടൊന്നും വിട്ട് പുറത്തു പോയിട്ടില്ല. അതുകൊണ്ടാ. ഒന്നും തോന്നല്ലേ? അതൊന്നും കുഴപ്പമില്ലടോ. തന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കല്ലേ, ഇനി എന്താ പരിപാടി? റിസൾട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അത്രയും ലാലാവാടി നടക്കാലോ. വീടേതാ? അത് നമ്മുടെ ഒരു അങ്കിളിന്റെ വീടാ. കുറച്ചു നേരം നമുക്ക് നടക്കാം. ഡാൻസിനെ വിളിക്കുന്നു, നീ അങ്ങോട്ടും ചെന്ന്. ആണോ? ഞാൻ ഇപ്പൊ വരാം ചേച്ചി. സ്ഥലമൊക്കെ കണ്ടോ? കണ്ടു. എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? അതെന്നെ ചോദ്യം അമ്മച്ചി, ഇതൊക്കെ ആർക്കാ ഇഷ്ടപ്പെടാത്തെ? എന്നാ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടണ്ട. ദേ, വളച്ചു കെട്ടില്ല, അതുള്ള കാര്യം അങ്ങ് പറയാം. കൊച്ചും അവനും തമ്മിൽ എന്തോ ഒരു ഇടപാടുണ്ടെന്ന് വന്ന് കേറിയപ്പോഴേ എനിക്ക് തോന്നി. പിന്നെ അവനെയും കെട്ടി ഇങ്ങോട്ട് വന്ന് കയറാന്ന് വല്ല വിചാരം ഉണ്ടെങ്കിലേ അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. അമ്മച്ചി, ഞാൻ അങ്ങനൊന്നും. എന്നെ കൊച്ചു അമ്മച്ചിന്നൊന്നും വിളിച്ച് സൂചിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ, അതങ്ങ് ഓർമ്മ വെച്ചേരും. വീട്ടിൽ പറയുന്നില്ലേ? പ്രസന്റ് ചെയ്യണമെന്നുണ്ട്. സിറ്റുവേഷനൊക്കെ ഒന്ന് ഒത്തുവരട്ടെ. നോക്ക്. വിക്ടറെ, ഞാൻ പയ്യൻ ഇറങ്ങുവാണേ. പോവാണോ? അതെന്നാ? അങ്ങ് വരെ ഓടിച്ചെത്തണ്ടല്ലേ. ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റ് ആയി. നല്ല മഴക്കോളും ഉണ്ട്. ചായ കുടിച്ചേച്ച് പോവാന്നേ? ഇല്ല, പിന്നെ ആട്ടെ. പോട്ടടോ.
നീ ഇന്ന് വരുമെന്ന് പറഞ്ഞില്ലല്ലോ. സ്വന്തം വീട്ടിലേക്ക് വരാൻ ആരും പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. തുടക്കത്തിലെ കല്ലടിയാണല്ലോ. എന്റെയും കൂടെ പേരിലായി വീട്. ഇത്രയും കാലം അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നോണ്ട് നീ ഇവിടെ നിന്നു. ഇനി അത് പറ്റത്തില്ല. ഒന്നെങ്കിൽ നീ എനിക്ക് എന്റെ വിധം കാശായിട്ട് അല്ലൊരു കാര്യം ചെയ്യ്, വീട് വിൽക്ക്. എനിക്കിപ്പോ ഈ പൈസ ഇട്ടിട്ട് ഒരുപാട് ആവശ്യമുണ്ട്. അപ്പനായിട്ട് ഉണ്ടാക്കി വെച്ച ഒരുവിധം എല്ലാത്തിന്റെയും കാര്യത്തിൽ നീ ഒരു തീരുമാനം ഉണ്ടാക്കി. ഇനി വീട്ടിലൂടെ ബാക്കിയുള്ളൂ. അത് നിനക്ക് വിറ്റു കളിക്കണം അല്ലേ? ഇത്ര നാളെ നീ എവിടെ ആയിരുന്നടാ? അമ്മച്ചിക്ക് വയ്യാതായപ്പോ നിന്റെ അവകാശവാദങ്ങളൊന്നും കണ്ടില്ലല്ലോ. ഇത്ര കാലമായിട്ട് നീ അമ്മച്ചൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ നിനക്ക് നിന്റെ വീതം വേണോ അല്ലേ? തരാൻ സൗകര്യമില്ലടാ. നീ എന്താന്ന് വെച്ചാ പോയി നീ പോയി കേസ് കൊടുക്ക്. നീ ഇത് തന്നെ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വക്കീലായിട്ട് വന്നത്. ഒന്ന് പറഞ്ഞു കൊടുത്ത കേസിന് പോയുള്ള വയ്യവേലി. മിസ് സുമ, കേസിന് പോയാ 3-4 വർഷം നിങ്ങൾ കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും. എനിക്ക് അതിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലടോ. ഞാൻ കോടതി കയറി ഇറങ്ങി എന്താ ചെയ്തോളാം. എന്നാലും നിനക്ക് വിറ്റു കളിക്കാൻ ഞാൻ ഇത് തരില്ല. ഇനി ഈ പേരും പറഞ്ഞ ആരും ഇവിടേക്ക് വരുവോ വേണ്ട. നീ ഇത് എന്ത് കണ്ടിട്ടാണ് അംഗീകരിക്കുന്നേ? വെറുതെ അല്ല, ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത. നീ തന്നെ അത് പറയണോടാ. ഡെന്നിച്ചാൻ വിളിക്കുന്നു. എടാ താൻ എവിടാ? ഒന്നും പറയണ്ടാ, ഇത്തിരി ബിസിയായി. തന്നെ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് താമനെ തിരിച്ചു വിളിച്ചു. എടാ ഞാൻ റെഡിയാക്കിയായിരുന്നു. എന്റെ ഫോണെ കിടപ്പുണ്ട്, ഞാൻ അയച്ചുതരാം. എന്നാലും നിനക്കിട്ടൊക്കെ ഇമാര് പണി കിട്ടാ. നീ എന്ത് പാവാടാ ചെയ്തേ? പറയണ്ട, ഞാൻ നോക്കി വെച്ച് വിളിക്കാം. ശരിയാ. എന്താ രാവിലെ തന്നെ? ഒരു കാര്യം പറയാൻ വന്നാ. വാ, എത്തിക്കോ. വേണ്ട, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഡെന്നി. പോലീസിലാ, സൈബർ സെല്ലിൽ. അവനോട് ഞാൻ ആ ഫേക്ക് ഐ ഡി കാർഡിന്റെ കാര്യം ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞായിരുന്നു. ഇന്നലെ എനിക്ക് അവൻ IP അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് അയച്ചു തന്നു. ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ? വിക്ടർ, വേണ്ട, ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് ആവശ്യമില്ല. മതി. Victor, it was my fault and I'm really sorry. ഒത്തിരിയാണ് പറയണമെന്ന് വിചാരിച്ചതാ. ഫോൺ എടുത്ത് ഡയൽ ചെയ്തതാ, പക്ഷെ പറ്റിയില്ല. എന്തിനായിരുന്നു ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ അപമാനിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ തന്നോട് ചെയ്തത്? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്തതല്ല. എന്റെ ഒരു പൊട്ടത്തരത്തിന് എനിക്ക് അറിയില്ല എങ്ങനെയാന്ന്. എടാ താൻ ഇങ്ങനെ ഇത്ര സില്ലായിട്ട് സംസാരിക്കുന്നേ? യു നോ വാട്ട് ഇറ്റ് കോസ്റ്റ് മീ? എടാ താൻ ആ ലേഖയ്ക്കൊക്കെ പോയി മെസ്സേജ് അയച്ചില്ലേ? ആ കൊച്ചിന് എന്നാ കാര്യമായിരുന്നു അറിയാവോ? വിക്ടർ, എനിക്കും ഇഷ്ടമായിരുന്നു. I was in love with you. അതുകൊണ്ട് ചെയ്തു പോയതാ. ഒരാളുടെ ഇഷ്ടം തോന്നി ഇങ്ങനെയാണോ കാണിക്കുന്നേ? തനിക്ക് എന്റെ അടുത്ത് വന്ന് പറയാൻ പാടില്ലായിരുന്നു? പ്രായമായിട്ട് കാര്യമില്ല, കുറച്ച് മെച്ചൂരിറ്റി ഒക്കെ വേണം. ശുദ്ധ പോകരത്തോടെ താൻ കാണിച്ചേ. ഇതിന് ഇങ്ങനെയല്ല മറുപടി പറയണ്ടേ. തന്നോട് കുറച്ച് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇതിങ്ങനെ അങ്ങ് തീർക്കുക. എനിക്കിനി സംസാരിക്കാൻ താല്പര്യമില്ല. ദയവ് ചെയ്ത് എന്നെ വിട്ടേരെ. എടോ പറ്റിപ്പോയി. തന്നോട് ഇഷ്ടം കൊണ്ടാ. താനതൊന്ന് മനസ്സിലാക്ക്.
എടോ താൻ ചെയ്ത ശരിയാന്നാണോ താൻ ഇപ്പോഴും വിചാരിക്കുന്നത്? എനിക്കിനി ഇത് കൂടുതൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടെന്ന് അറിയത്തില്ല. തനിക്ക് എന്തായാലും സംസാരിക്കാൻ താല്പര്യമില്ലല്ലോ. ശരി. നീ അല്ലാതെ ആരെങ്കിലും ആ കാന്തന്റെ വാക്കും കേട്ട് ഇങ്ങനെയൊക്കെ ചെയ്യൂ? അവനങ്ങ് വരട്ടെ, അവനല്ലേ ഞാൻ കൊടുക്കുന്നുണ്ട്. അയ്യോ, ഞാൻ ഇനി എങ്ങോട്ടേലും പോവാൻ പോവാ. എങ്ങോട്ട് പോവാൻ? വല്ല നാഗാലാൻഡിലേക്ക് ട്രാൻസ്ഫർ മേടിക്കാൻ പോവാ. നന്നായിരിക്കും, വേഗം ചെല്ലേ. നിനക്ക് പ്രാന്ത പെണ്ണേ. നീ വിചാരിക്കുന്ന പോലുള്ള സെൻട്രൽ അക്കാദമി ജീവിതത്തിൽ നടക്കത്തില്ല. എനിക്കറിയാം നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാന്നൊക്കെ, പിന്നെ പക്ഷെ വെറുതെ അങ്ങ് വിട്ടുകളയാൻ തോന്നിയില്ല. ആ എന്നാലാവട്ടെ, ഇനി അതും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. എന്താണെങ്കിലും വിക്ടറിനെ ഫേസ് ചെയ്യാൻ എനിക്കിനി പറ്റില്ല. ഐ ഹാവ് ടു മൂവ് ഓൺ. മിസ് പോവാല്ലേ? പോണം. എന്തിനാ മിസ്സേ? ഇത് മിസ്സിന്റെ കൂടെ സ്കൂളല്ലേ? ഇവിടെ നിന്ന് എവിടെ പോകാനാ? അതിപ്പോ ട്രാൻസ്ഫർ കിട്ടിയപ്പോ എന്തോ ചെയ്യാനാ? ഈ ട്രാൻസ്ഫർ ചോദിച്ചു മേടിച്ചാന്ന് എനിക്ക് സ്പഷ്ടമായിട്ട് അറിയാം. രാരിച്ചേട്ടാ, ഓ എനിക്ക് വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? മിസ്സിനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ താക്കോലിങ്ങനെ പൊട്ടിയേക്കാം. ലാസ്റ്റ് പൂട്ടല്ലേ, ഞാൻ തന്നെ പോകും. കേസൊക്കെ എന്തായി? ചൊവ്വാഴ്ച അടുത്ത ഹിയറിംഗ്. എനിക്ക് ട്രാൻസ്ഫർ കിട്ടി വയനാട്ടിലേക്ക്. വീടിന്റെ കീയും പേപ്പേഴ്സും. എടാ, നീ ഇതെങ്കിലും ഒരു അസറ്റായിട്ട് സൂക്ഷിക്കണം. ഞാനിനി ഇതിന്റെ പുറകെ ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷെ വല്ലപ്പോഴും ഒരു ക്രിസ്മസിനൊക്കെ തന്നെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് വന്നൂടെ? ആ ഒരു ബന്ധമെങ്കിലും ബാക്കിയില്ല നമ്മൾ തമ്മില്. കുഴപ്പമില്ലടാ, ഒരു കുടുംബം കഴിയേണ്ട വീടാത്. ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു കാര്യമില്ല. നീ എലിസബത്തിനോട് പറഞ്ഞേക്ക്. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. പോട്ടെ. ഹായ്, ഫ്രീ ആണോ? എന്നാ ദേഷ്യമൊക്കെ മാറിയോ? അത് ഞാൻ കാര്യം അറിയാതെ വെറുതെ ഓവർ റിയാക്ട് ചെയ്തതാ. ഐ എം റിയലി സോറി. അത് കുഴപ്പമില്ല. എന്നാ പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടാകും? പോകുന്നതിന് മുമ്പ് സുമ എന്നെ വന്ന് കണ്ടിരുന്നു. വി ടോക്ട് എ ലോട്ട്. വിക്ടറിനെ പറ്റിയാണ് കൂടുതൽ സംസാരിച്ചത്. വിക്ടറിന്റെ കാര്യം ഒന്നും കൂടിയും ആലോചിച്ച് നോക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. പിന്നെ സുമ ഒപ്പിച്ച പണികളെ പറ്റിയും പറഞ്ഞു. സംഭവം ഭയങ്കര ബോറായിപ്പോയി. പക്ഷേ സ്നേഹം കൊണ്ടല്ലേ. എനിക്ക് ആദ്യമൊന്നും സമയത്ത് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അന്ന് സംസാരിച്ച് പിന്നെ എല്ലാം മാറി. ഷീ ഈസ് എ ഗുഡ് ഫ്രണ്ട്.
കാര്യങ്ങൾ. അപ്പൊ ഇക്കാര്യം തന്നെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരോട് ഇഷ്ടമാണെന്ന് പറയാൻ പോവല്ലായിരുന്നോ? ഇപ്പൊ എന്താ മാറിയേ? ആകെ 120 പേരാണ് എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ളത്. അത്രയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അതെ, പറ്റിപ്പോയി. ഇനി എന്ത് ചെയ്യാൻ പറ്റും അത് പറ. ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മൊത്തത്തിൽ കളവായി. ഞാനൊന്ന് പോയി നോക്കിയാലോ? പോയിട്ട് ആദ്യം ഒന്ന് സോറി പറയണം, എന്നിട്ട് ഒരവസരം കൂടെ തരുമെന്ന് ചോദിച്ചാലോ? അപ്പൊ കെട്ടാനാണ് പ്ലാൻ. ആലോചിച്ചൂടെ? ദ്വാനിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചിട്ട് പോരെ? അപ്പോ നീ വന്നു. എന്താണ് രണ്ടുപേരും കൂടെ എന്നെ കൂട്ടാത്തൊരു പരിപാടി? ഇതാ കൂട്ടിയിരിക്കുന്നു. അതെ അപ്പ, അന്ന് ഇവിടെ വന്ന സുന്ദരി മിസ്സില്ലേ, പുള്ളിക്കാരി പറ്റി എന്താ അഭിപ്രായം? നല്ല വെച്ച എന്നാടാ? അല്ല, ഒന്ന് ആലോചിച്ചാലോ? പിന്നെ ആലോചിക്കാവുന്ന, പക്ഷെ കുഴപ്പമുണ്ട്. നിന്റെ പുന്നാരെ അമ്മച്ചി ആ കൊച്ചന്ന് ഇവിടെ വന്നപ്പോ നല്ല ഡോസ് കൊടുത്താ വിട്ടിരിക്കുന്നത്. അമ്മ എന്നാ പറഞ്ഞു? എന്താ പറഞ്ഞെന്ന് ഞാൻ കേട്ടില്ല, പക്ഷെ അവളെ കണ്ട് പറയുന്നത് ഞാൻ കണ്ടു. ആ കൊച്ചു വിഷമിച്ച് പോകുന്നതും കണ്ടു. അവടെ സ്വഭാവല്ലേ, എന്തെങ്കിലും കടുമട്ട് വർത്താനായിരിക്കും പറഞ്ഞത്, ഉറപ്പാ. അമ്മ എന്നാന്ന് സുമയോട് പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. അമ്മ മുഖത്ത് നോക്കി സംസാരിക്കും. എന്നാ പറഞ്ഞേ? നിന്നെ കെട്ടി ഇങ്ങോട്ട് കെട്ടിയെടുക്കാവുന്ന ഒക്കെ വല്ല പോതി ഉണ്ടെങ്കിലേ അതൊക്കെ കാറ്റി പറത്തി കളഞ്ഞേക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞതിന്? പറഞ്ഞത് കാര്യമല്ലേ? അമ്മ എന്റെ ഗസ്റ്റ് ആയിട്ടല്ലേ അമ്മ സുമ ഇവിടെ വന്നേ? എന്നിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നേ? ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അമ്മ ആരാ അത് പറയാൻ? നിന്റെ തള്ളയാടാ ഞാന്. എന്താ അത് പോരെ? എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവ ചോദിച്ചത് കേട്ടോ? അവനെ 10-32 വയസ്സായി. നിന്റെ ഈ ഗുണവതിയാരെ ഒന്നും കേട്ടിരിക്കേണ്ട കാര്യം അവനില്ല. പിന്നെ വലിയ ഡാവറൊക്കെ ഉണ്ടല്ലോ, അവനവന്റെ പാട്ടിന് പോവും ഇല്ലടാ? ഞാൻ പോവും, തിരിഞ്ഞു പോലും നോക്കത്തില്ല. ആ കൊച്ചിന് എന്താണ് ഒരു കുഴപ്പം? അയ്യോ, ഒരു കുഴപ്പവും ഇല്ല. പോരാത്തതിന് 2ാം കെട്ടു. ഇനി വേറെന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ദൈവത്തിനറിയാം. തോന്നിയ പറയരുത്. ഈ വിഷയത്തില് അവൻ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യും. അതിന് ആരും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. നീ അവളെ വിളിച്ചോണ്ടോ, ഇവളെന്താ ചെയ്യുന്നത് ഞാൻ നോക്കട്ടെ. എന്നാ പിന്നെ നിങ്ങളെല്ലാം കൂടെ എന്നാന്ന് വെച്ചങ്ങ് തീരുമാനിച്ചു. ആയിക്കോട്ടെ. ഇതൊന്നും നീ കാര്യമാക്കണ്ട. അവൾ ആ കൊച്ചിനോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആ കൊച്ചിനോട് പോയി സോറി പറയും. പിന്നെ ബാക്കി എന്താണെന്ന് വെച്ചാ നിന്റെ ഇഷ്ടം പോലെ അങ്ങ് തീരുമാനിച്ചു. എന്റെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കല്ലോ അല്ലേ? ആയിക്കോട്ടെ ഈശ്വരാ, പരാതിയില്ല. അമ്മയ്ക്ക് നാണാവില്ലേ ഈ 2ാം കെട്ടിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഒഴിവൊഴികളൊക്കെ പറയാനായിട്ട്? പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇനിയുണ്ട് കേട്ടോ പ്രശ്നങ്ങൾ. സുമ ഒരു ക്യാൻസർ സർവൈവറാണ്. അവക്കിനി കുട്ടികളുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്റെ കുഞ്ഞ്, എന്തുവാ നീ പറയുന്നത്? എന്നിട്ടാണ് നീ പോകാൻ പോകുന്നത്? അമ്മ, ഞാനങ്ങ് പുറപ്പെട്ടു പോകുന്നല്ല. എനിക്ക് അവളൊന്ന് കാണണം. കണ്ടിട്ട് എന്നെ സംഭവിക്കാന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് കാണണം. ഞാൻ അറിയാതെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു അവള് ട്രാൻസ്ഫർ മേടിച്ച് നാട് വിട്ടു പോയത്. നല്ല വെച്ചാ അമ്മേ, ഒരുപാട് സ്നേഹമുള്ള വെച്ചാ. അമ്മ ഒന്ന് ആലോചിച്ചോ, ഈ മൂശെടുത്തൊക്കെ ഒന്ന് കളഞ്ഞു. ഞാൻ ഒന്ന് പോയിച്ചു വരാം.
ഇഷ്ടപ്പെട്ടോ? ഉം, നാട്ടിൽ നിന്ന് വരുന്ന വഴിയാ? അതെ. എന്തെങ്കിലും ആവശ്യത്തിന് വന്നാണോ? തന്നെ കാണാൻ തന്നെ വന്ന. എന്നാ പിന്നെ വന്നാലേ കഥ വാ. താനോട് ഫ്രഷ് ആയിക്കോ, ഞാൻ ചായ എടുക്കും. എടോ സോറി. എന്തിനാ? ഞാനും അന്നമ്മച്ചൊക്കെ തന്നെ ഹേർട്ട് ചെയ്യായിരുന്നില്ലേ? പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ക്ഷമിക്കാവോ? അന്നമ്മച്ചി പറഞ്ഞൊക്കെ ശരിയല്ലേ? ദിസ് ഇസ് മീ. മെസ്സാണ്. But I can handle myself. I'll be all right. ഞാൻ സിമ്പതിയുടെ പുറത്ത് ഇറങ്ങി തിരിച്ചെന്നാണോ താൻ വിചാരിച്ചിരിക്കുന്നത്? എടോ, തനിക്കാരുടെ ആവശ്യമൊന്നുമില്ല ജീവിക്കാൻ, അതെനിക്കറിയാം. സത്യം പറഞ്ഞാൽ എനിക്ക് അതന്നെ വേണ്ട. താൻ ഏതായാലും ഈ പരിസരത്തൊക്കെ ഉണ്ടായാൽ മതി. ലെറ്റ്സ് സീ വെയർ ഇറ്റ് ഗോസ്. അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് മതി. അവിടുന്ന് പിന്നെ എങ്ങോട്ട് വേണേലും പോവാലോ അല്ലേ? ഇതെന്നത് ചായയോ? എടാ സുന്ദരി മതി, ഈ സ്ഥലം കൊള്ളാടും.